നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. സമുദ്രത്തിനാണോ ശക്തി, ടിട്ടിഭത്തിനാണോ? ടിട്ടിഭം എന്ന് വെച്ചാൽ കുളക്കോഴി. കുളക്കോഴിയുടെ ഒരു പേരായിട്ട് എടുക്കാം നമുക്കിപ്പോൾ ടിട്ടിഭത്തിന്. ടിട്ടിഭം എന്ന പദത്തിൻ്റെ അർത്ഥവും കുളക്കോഴി എന്ന് തന്നെയാണ്. സംശയമൊന്നും. ഈ കഥ പറഞ്ഞു കൊടുക്കുകയാണ് ദമനകൻ സഞ്ജീവകന് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. നമ്മളിതിലെ പഞ്ചതന്ത്രത്തിലെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കുളക്കോഴി ടിട്ടിഭനും ടിട്ടിഭിയും ഭാര്യയും ഭർത്താവും സുഖമായിട്ട് അങ്ങനെ സമുദ്രതീരത്ത് ജീവിച്ചുകൊണ്ടിരിക്കുക. ഈ കടൽ തീരത്ത് വരുന്ന ചെറിയ ചെറിയ ജലപ്രാണികളെയൊക്കെ പറക്കി തിന്ന് കൊത്തിപ്പറക്കി തിന്ന് രണ്ടുപേർക്കും ഇഷ്ടം പോലെ ഭക്ഷണമല്ലേ, സമുദ്രമല്ലേ അടുത്ത്, ഭക്ഷണത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കെ ടിട്ടിബി ഗർഭിണിയായി ഇഷ്ടംപോലെ ടിട്ടിബനും വളരെ സന്തോഷമായി തങ്ങൾക്ക് മക്കളുണ്ടാകാൻ പോകുന്നു എന്നൊക്കെ കരുതി വളരെ ആഹ്ലാദിച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഗർഭം മുതിർന്ന് മുട്ടയിടാറായപ്പോൾ അയ്യോ ഞാനെവിടെയാണ് മുട്ടയിടുക എന്നിങ്ങനെ ടിട്ടിബി ചോദിച്ചു ടിട്ടിബനോട്. അപ്പം ടിട്ടിബൻ പറഞ്ഞു, എന്തപ്പം നിനക്കൊരു സംശയം, നമ്മൾ ജീവിക്കണത് ഈ സമുദ്രത്തിൻ്റെ തീരത്തല്ലേ, നമുക്ക് ഇതിൻ്റെ കരയിൽ തന്നെ ദേ അങ്ങോട്ട് മാറിയിട്ട് നീ അവിടെ കൊണ്ടോ കേട്ടോ, ഞാൻ നോക്കി കാവലിരുന്നോളാം എന്നും പറഞ്ഞു. അയ്യോ എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ടാവില്ല, നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോവാം എന്ന് പറഞ്ഞു. മറ്റൊരു സ്ഥലത്തേക്ക് പോകണോ, അതെന്തിനത്, ഇവിടെ പോരെ എന്ന് പറഞ്ഞു. അത് പറ്റില്ല, എനിക്ക് വേറെ സ്ഥലത്തേക്ക് പോകണം, ഞാനിവിടെ മുട്ടയിടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനല്ലേ നിൻ്റെ ഏറ്റവും അടുത്ത ആൾ, ബന്ധു, ഈ ബന്ധുക്കൾ പറയുന്നത് കേൾക്കാതെ വന്നാൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? അതിന് ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ ഒരു ആമയുടെ കഥ പറയാം എന്ന് പറയും. അങ്ങനെ ടിട്ടിഭൻ ടിട്ടിഭിക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്, ആമയുടെ കഥ. ആമയുടെ പേര് കമ്പൂഗ്രീവൻ എന്ന ആമ നല്ല കടുത്ത ആരോഗ്യമുള്ള നല്ലതാണ്. ആമയ്ക്ക് 2 മന്ത്രിമാരുണ്ട്, സങ്കടനും ആ മന്ത്രിമാരുടെ പേരാണ് അവർ ഒരിക്കലും ഇനി സമുദ്രതീരത്ത് നിന്ന് താമസം മാറ്റാൻ പോകുന്ന ഈ കമ്പൂഗ്രീവൻ ആമയാണ്. അവിടെ അടുത്ത് തന്നെയാണ്, ഈ സമുദ്രത്തിൻ്റെ തീരത്ത് തന്നെയാണ്. അപ്പോൾ ഇതിലത്തെ വെള്ളം ഈ പരിസരം പോരാ എന്ന് കരുതിയിട്ട് ടിട്ടിഭിക്ക് പ്രസവിക്കാൻ നല്ലോണം വെള്ളമുള്ള മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇവരെ ഒരുങ്ങുകയാണ്. ആ സമയത്ത് ആമയുടെ മന്ത്രിമാരാണ് സങ്കടനും വികടനും. അവർ രണ്ടുപേരും അരയന്നങ്ങളാണ്. ഈ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ടിട്ടിഭി കേട്ടുകൊണ്ടിരിക്കുന്ന കഥയാണിത്. അരയന്നങ്ങളായ ഈ 2 മന്ത്രിമാർ, സങ്കടകൻ വികടകൻ, കമ്പൂഗ്രീവൻ എന്ന ആമ, ആമ കൂടുതൽ വെള്ളത്തിലേക്ക് പോകുകയാണ്, അരയന്നങ്ങൾ പോകുകയാണെന്ന് കണ്ടപ്പോൾ ആമ പറഞ്ഞ് സങ്കടപ്പെട്ടു, അയ്യോ നിങ്ങളിങ്ങനെ പോയാൽ എങ്ങനെയാണ്, അങ്ങക്ക് ഇവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ വെള്ളം, ഇതൊക്കെ തന്നെ പോരെ എന്ന് പറഞ്ഞു. അതല്ല, നിങ്ങൾ പോകുമ്പോൾ എനിക്ക് നിങ്ങളില്ലാണ്ട് പറ്റില്ല എന്നിങ്ങനെ ശാഠ്യം പിടിച്ചില്ല. ശരി, ഞങ്ങൾ പറയുന്നത് പോലെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന്. അയ്യോ ഞാൻ നിങ്ങൾ പറയണത് പോലെ തന്നെ അനുസരിച്ചോളാം, എനിക്ക് നിങ്ങളല്ലാണ്ട് വേറെ ആരാ ബന്ധുക്കളുള്ളത് എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് തൻ്റെ ബന്ധുക്കളല്ലേ സങ്കടകനും വികടകനും 2 മന്ത്രിമാരും അല്ലേ, കമ്പൂഗ്രീവനെ ഇവർ 2 പേരും കൂടി 2 അരയന്നങ്ങളും കൂടി കൊണ്ടുപോകാൻ തീരുമാനിച്ചു, കൂടുതൽ വെള്ളമുള്ള മറ്റൊരു തടാകത്തിലേക്ക്. എങ്ങനെയാണ് കൊണ്ടുപോകണമെന്നറിയാം, അവർ വേഗം പോയിട്ട് ഒരു കമ്പ് കൊണ്ടുവന്നു, നല്ല ബലമുള്ളൊരു കമ്പ്. ആ കമ്പുമ്മ ആമയോട് പറഞ്ഞു, ഇതിൻ്റെ നടുവിലായിട്ട് കടിച്ചു പിടിച്ച് കിടന്നോളൂ, ഞങ്ങൾ ഈ 2 കമ്പും ഞങ്ങളുടെ കാലിൽ മുറുക്കി പിടിച്ചിട്ട് ഞങ്ങളങ്ങ് പറന്ന് പോകുക. അപ്പോൾ അങ്ങയെ ഞങ്ങൾ പറത്തിക്കൊണ്ട് ഞങ്ങൾ പോകേണ്ടിടത്തേക്ക് പോവാം, സമ്മതമാണോ? അതെ, ഞങ്ങൾ പറയുന്നത് പോലെ കേൾക്കണം. കമ്പിൽ കടിച്ച് പിടിച്ച് ഞങ്ങളതും എടുത്തുകൊണ്ട് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ മിണ്ടരുത് കേട്ടോ. മിണ്ടി കഴിഞ്ഞാൽ ഉണ്ടാവണ സംഭവം എന്താ, വായ തുറന്നു കഴിഞ്ഞാൽ പിടിവിടും അങ്ങയുടെ കാര്യം. എൻ്റെ ആമച്ചാരേ കീഴ്പോട്ടേക്ക് വീണത് തന്നെ എന്ന് പറഞ്ഞു. അപ്പം അതിനൊക്കെ സമ്മതമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. അങ്ങനെ പോയി അരയന്നങ്ങൾ 2 റെഡിയായി, സങ്കടകനും വികടനൊക്കെ പോകാനായിട്ട് റെഡിയായി. കമ്പ് കൊണ്ടുവന്ന് താഴെ വെച്ചു, ആമ ചെന്ന് കടിച്ചു തൂങ്ങി. ഇവർ 2 പേരും കാലുകൊണ്ട് കൊത്തിപ്പിടിച്ചുകൊണ്ട് കമ്പെടുത്തുകൊണ്ട് അങ്ങോട്ട് പറന്നു.
പറന്നങ്ങോട്ട് പോകുമ്പോൾ ആമ അവിടെ കിടന്ന് 4 ചുറ്റും നോക്കുമ്പോൾ നല്ല സുഖം പരിപാടി, ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണാം. പക്ഷേ എല്ലാം കാണാം. അങ്ങനെ ഒരു അങ്ങാടിയുടെ ഒരു ഇതിലേക്ക് പോവുകയാണ്. ഒരു വലിയ ആൾക്കാരും കൂട്ടങ്ങളും ഒക്കെ കണ്ടു. ഒരു അങ്ങാടി, ഇപ്പോൾ കച്ചവട സ്ഥലം. അതിലിങ്ങനെ പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കണം കണ്ടപ്പോൾ ആമയ്ക്കൊരു ഇതെന്താണാവോ എന്താ ഇവിടെ ആൾ കൂടിയിരിക്കണേ, എന്താണെന്നൊന്ന് നോക്കാമല്ലോ എന്ന് കരുതി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും സഹിക്കാൻ പാടില്ലാതെ കണ്ടായിട്ട് ആമ എന്തു ചെയ്തു, എന്താ ഇവിടെ ആൾക്കൂട്ടം എന്ന് ചോദിക്കാനായിട്ട്, ഇവരോട് ചോദിക്കാനായിട്ട് വായങ്ങ് തുറന്നു. പിന്നത്തെ കഥ പറയണ. വായ തുറന്നു കഴിഞ്ഞപ്പോഴേക്ക് കോലുമെന്ന് പിടിയാ വിട്ടു. ആമ നേരെ താഴേക്ക് ആൾക്കൂട്ടത്തിലേക്ക് വന്നു. ചിലരൊക്കെ അതിനൊന്ന് അങ്ങോട്ട് തട്ടി, ചിലരൊന്ന് ഇങ്ങോട്ട് തട്ടി. കുറച്ച് നേരമൊക്കെ അത് തലയും കാലും ഒക്കെ ഉള്ളിലേക്ക് വലിച്ച് രക്ഷപ്പെട്ട് കിടന്നു. ആമ അങ്ങനെയാണല്ലോ രക്ഷപ്പെടുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വേറെ ഒരാളാ വന്ന് അതിനെ അങ്ങനെ മറിച്ചങ്ങോട്ട് ഇട്ടു. എന്നിട്ടോ വെട്ടി തുണ്ടമാക്കി കഴുകി വാരി അടുപ്പത്തിട്ട് നല്ല മസാല ചേർത്ത് ആമ ഇറച്ചി കറി വെച്ചങ്ങോട്ട് കഴിച്ചു. ബന്ധുക്കളായ സങ്കടകനും വിഘടകനും പറഞ്ഞത് ഈ കമ്പൂഗ്രീവൻ കേട്ടിരുന്നെങ്കിൽ ജീവൻ നഷ്ടപ്പെടുമായിരുന്നോ? ഇല്ലല്ലോ. ഈ കഥയാണ് ടിടിപിക്ക് കൊടുത്തത്. ബന്ധുക്കൾ പറയുന്ന നല്ല കാര്യങ്ങളായിരിക്കും, ദോഷം വരുന്നതൊന്നും ബന്ധുക്കൾ പറയില്ല. ബന്ധുക്കളാണെങ്കിൽ പറയില്ല. അപ്പോൾ ബന്ധുക്കൾ പറയുന്നത് നമ്മളനുസരിച്ച് ജീവിച്ച് നിൽക്കണം. വായ തുറക്കരുത്, എന്ത് വന്നാലും വാ തുറക്കരുത്, താഴെ വീഴും എന്ന് പല പ്രാവശ്യം സങ്കടകനും വിഘടകനും പറഞ്ഞു. അവർക്ക് പറ്റില്ല. അവർ കാലിൽ പിടിച്ച് പൊക്കിക്കൊണ്ട് പോവുകയല്ലേ ചെയ്യേണ്ടത്. ഒന്നും ചെയ്യാൻ ഓർത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കമ്പൂഗ്രീവൻ്റെ കഥ കഴിഞ്ഞു. ഈ കഥയാണ് പൂർണ്ണ ഗർഭിണിയായ ടിറ്റിബൻ എന്ന ഭർത്താവ് പറഞ്ഞു കൊടുത്തത്. ബന്ധുക്കൾ പറയുന്നത് അനുസരിക്കേണ്ടതാണ് എന്ന ഗുണപാഠം ഈ കഥയിലുണ്ട്. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഈ കഥ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ, നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കൂ, മറ്റുള്ളവരോട് കഥകൾ കേൾക്കാൻ പറയൂ. ഇത് നമ്മുടെ ചാനലല്ലേ, കഥകൾ അതിസാഗരം. ദിവസവും ഞാൻ പറയുന്നില്ലേ കഥകൾ, ആരെങ്കിലുമൊക്കെ കേൾക്കാനും വേണ്ടേ? കുട്ടികളൊക്കെ കേട്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും നന്ദി.